പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ വ്ളോഗർ ഹരിയാനയിലെ ജ്യോതി മൽഹോത്രയ്ക്ക് കണ്ണൂരിലും ബന്ധങ്ങളെന്ന വിവരം പുറത്തുവന്നു. കഴിഞ്ഞ തെയ്യക്കാലത്ത് കളിയാട്ടങ്ങളുടെ ഭൂമികയായ പയ്യന്നൂരിലും ഇവർ എത്തിയിട്ടുണ്ടെന്ന തെളിവുകളാണ് ലഭ്യമായത്. ഏതു ഗൈഡിന്റെ കൂടെയാണ് ഇവർ പയ്യന്നൂർ സന്ദർശിച്ചതെന്ന് കാര്യമാണിപ്പോൾ അന്വേഷിച്ചു വരുന്നത്. ഏഴിമല നാവിക അക്കാദമി ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് പയ്യന്നൂർ. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവകരമായിട്ടാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത്. പയ്യന്നൂരിലെ കാങ്കോൽ, ആലക്കാട്, കാശിപുരം വനശാസ്ത്ര ക്ഷേത്രത്തിൽ ജ്യോതി മൽഹോത്ര എത്തിയതായിട്ടാണ് കരുതുന്നത്. ഇവിടെ ഉത്സവത്തിന്റെ വീഡിയോ വ്ലോഗ് ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലാണ് ജ്യോതി തന്റെ ട്രാവൽ വ്ലോഗുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഏഴിമല നാവിക അക്കാദമി, DST സെന്റർ, CRPF ക്യാമ്പ് തുടങ്ങി പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് മറ്റു ജില്ലകളിലില്ലാത്ത പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കണ്ണൂർ ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുദ്ദേശത്തിലാണ് ഇവർ കണ്ണൂരിലെത്തിയതെന്നും ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ഇവർക്ക് ലഭിച്ചോ എന്നും അന്വേഷണ പരിധിയിലുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ ജ്യോതി ഇവിടെ എത്തിയെന്നാണ് കരുതുന്നത്. തെയ്യത്തിൽ നിന്ന് പ്രസാദം വാങ്ങുന്ന ചിത്രം ജ്യോതിയുടെ സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കേരളത്തിൽ നടത്തിയ 7 ദിവസത്തെ സന്ദർശനത്തിനിടയിലാണ് ജ്യോതി ഈ ക്ഷേത്രങ്ങളിൽ എത്തിയതെന്നാണ് കരുതുന്നത്. അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയെ കോടതി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കേരളത്തിലെ സന്ദർശനത്തിനിടെ ജ്യോതി കൊച്ചി മട്ടാഞ്ചേരിയിലെ കപ്പൽശാലയിലും സന്ദർശനം നടത്തിയതായിട്ടാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. മട്ടാഞ്ചേരിയിലെ ഹോട്ടലിലാണ് ഈ കാലയളവിൽ ജ്യോതി താമസിച്ചിരുന്നത്. ജ്യോതി മൽഹോത്ര തോക്കേന്ത്യ അംഗരക്ഷകരുടെ അകമ്പടിയോടെ പാകിസ്ഥാനിലെ അനാർക്കലി ബസാറിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ യൂട്യൂബ് വീഡിയോയിലൂടെ പുറത്തു വന്നിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപായിരുന്നു ഇവരുടെ പാകിസ്ഥാൻ സന്ദർശനം. പാക് ചാരസംഘടനാംഗങ്ങളുമായി ജ്യോതി സ്ഥിരമായി ആശയവിനിമയം നടത്തിയിരുന്നതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷ് മുഖേനെ പാക് ചാരസംഘടനയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതാണ് ജ്യോതിക്കെതിരെയുള്ള കേസ്. 3 തവണ യുവതി പാകിസ്ഥാൻ സന്ദർശിച്ചതായും പാക് ചാരസംഘടനയിൽപ്പെട്ടവരുമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടിരുന്നതായും പോലീസ് പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാനെക്കുറിച്ച് നല്ലത് പറയുക എന്ന ചുമതലയും പാക് ഏജൻസികൾ ജ്യോതിയെ ഏൽപ്പിച്ചിരുന്നുവെന്നാണ് സൂചനകൾ. 2023 ഡൽഹിയിൽ വച്ചാണ് ജ്യോതി പാക് ഹൈക്കമ്മീഷനിലെ ഡാനിഷിനെ പരിചയപ്പെടുന്നത്. ചാരവൃത്തി നടത്തിയതിന് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനാണ് ഇഹ്സാനു റഹീം എന്ന ഡാനിഷ്. ഇയാളുമായി പരിചയപ്പെട്ട അതേ വർഷം ജ്യോതി ആദ്യമായി പാകിസ്ഥാനിൽ പോയി. യൂട്യൂബിൽ 3.70 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ 1.32 ലക്ഷം ഫോളോവേഴ്സുമുള്ള ട്രാവൽ വ്ളോഗറാണ് ജ്യോതി മൽഹോത്ര. ഇക്കഴിഞ്ഞ മാർച്ചിലും യുവതി പാകിസ്ഥാൻ സന്ദർശിക്കുകയും അവിടെ നിന്നുള്ള വീഡിയോകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു.